1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. സമാനതകളില്ലാത്ത വികസനം അതായിരുന്നു തിരുവനന്തപുരം ജില്ലയ്ക്ക് കിഫ്ബി സമ്മാനിച്ചത്. 11,000 കോടി രൂപയുടെ വികസനമാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ജില്ലയിൽ പ്രാവർത്തികമാക്കിയത്. വികസന പ്രവർത്തനങ്ങളുടെ 70% ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. കാട്ടാക്കട നടുക്കാട് മാർക്കറ്റിന്റെ നവീകരണം മുതൽ ഒരു നാടിന്റെ സ്വപ്നമായിരുന്ന കുമ്പിച്ചംകടവ് പാലവും കടന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാസ്റ്റർ പ്ലാൻ വരെ ഇങ്ങനെ തലസ്ഥാന നഗരിക്ക് കിഫ്ബി സമ്മാനിച്ചത് വലിയ വികസനങ്ങളാണ്. തിരുവനന്തപുരത്ത് നഗരപ്രദേശങ്ങളിലും പ്രാദേശിക മേഖലകളിലും വികസനത്തിന്റെ പൂക്കാലം സൃഷ്ടിക്കുകയായിരുന്നു കിഫ്ബി. ഓരോ മണ്ഡലങ്ങളിലും കോടികളുടെ പദ്ധതികൾ. വികസനങ്ങൾ എത്തിപ്പെടാതിരുന്ന ആദിവാസി ഊരുകളിൽ പോലും വികസനത്തിന്റെ പുതുവെളിച്ചം. ജില്ലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. സ്കൂളുകൾക്ക് പുതുമുഖം സമ്മാനിച്ച് ഹൈടെക് കെട്ടിടങ്ങൾ, മലയോര ഹൈവേ, സർക്കാർ ഓഫീസുകൾക്കും ആശുപത്രികൾക്കും പുതിയ മന്ദിരങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, മാർക്കറ്റുകൾ, പാലങ്ങൾ, വൻ കുടിവെള്ള പദ്ധതികൾ എന്നിങ്ങനെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ 11,035 കോടി രൂപയുടെ പദ്ധതിയാണ് കിഫ്ബി വഴി തലസ്ഥാന ജില്ലയിൽ പ്രാവർത്തികമാക്കിയത്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനത്തിന് വേണ്ടി പണം ചെലവഴിച്ചു. അതിൻ്റെ ഗുണഫലം എൻ്റെ നിയോജകമണ്ഡലത്തിനും ലഭ്യമായിട്ടുണ്ട്. 444 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി മുഖാന്തരം ഈ കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് മലയോര ഹൈവേ. കിഫ്ബിയാണ് അതിൻ്റെ ഫണ്ട് മുടക്കിയത്. പേട്ട ഒരുവാതിൽക്കോട്ട റോഡ്, ശ്രീകാര്യം മേൽപ്പാലം, പൊഴിയൂർ കടൽഭിത്തി, കുമ്പിച്ചൽ കടവ് പാലം, ഇടവ സ്റ്റേഡിയം, ഇടവ പുന്നമൂട് വെൺകുളം റെയിൽവേ മേൽപ്പാലങ്ങൾ, കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിന്റെ നവീകരണം, വെഞ്ഞാറമൂട് കരകുളം മേൽപ്പാലങ്ങൾ, കിഴക്കൻമല കുടിവെള്ള പദ്ധതി, വട്ടിയൂർക്കാവ് ജംഗ്ഷന്റെ വികസനം, പേരൂർക്കട മേൽപ്പാലം തുടങ്ങി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാസ്റ്റർ പ്ലാൻ വരെ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വികസനങ്ങൾ. സാധാരണഗതിയിൽ ഒരു MLAക്ക് ഒരു വർഷം 7 കോടി രൂപ MLA ഫണ്ടായി ലഭിക്കും. 10 കോടി രൂപ ബഡ്ജറ്റിലൂടെയും ലഭിക്കും. പിന്നെ മറ്റ് വിവിധ പദ്ധതികളിലൂടെയും നമുക്ക് ലഭിക്കുന്ന പണം മാത്രമാണ് ആകെ ആശ്രയം. ഇവിടെയാണ് നമ്മൾ കാത്തിരുന്ന വികസന സ്വപ്നങ്ങൾ നമ്മുടെ കാലത്ത് തന്നെ യാഥാർത്ഥ്യമാക്കാൻ കിഫ്ബി ഫണ്ട് സഹായകരമായത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികൾ ജില്ലയിൽ 70% പൂർത്തിയായി കഴിഞ്ഞു. ബാക്കിയുള്ളവ പുരോഗമിക്കുകയാണ്. ഒരു നാടിനാകെ വികസനം, അതായിരുന്നു കിഫ്ബിയിലൂടെ ലക്ഷ്യം വെച്ചത്. നാട്ടുകാരുടെ ആവശ്യവും അതുതന്നെ. ക്യാമറമാൻ അഭിജിത്തിനൊപ്പം ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.